എക്സ്ബോക്സിന് വില കൂടി, PS5 ലോകത്ത് എവിടെയും കിട്ടാനില്ല, GTA 6 ഒടുക്കത്തെ ഡിമാൻഡ്. ഈ 3 ഹെഡ്ലൈൻ വെച്ചിട്ട് നമ്മുടെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അതായത് ഇന്നലെയാണ് മൈക്രോസോഫ്റ്റ് എക്സ്ബോക്സിന്റെ പുതിയ റിവൈസ്ഡ് പ്രൈസസ് അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് എക്സ്ബോക്സ് സീരീസ് S 512GB ഇതായിരുന്നു GTA 6 റൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർ കുറഞ്ഞ കൺസോൾ. അതായത് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് PS5 വാങ്ങണോ എക്സ്ബോക്സ് വാങ്ങി. ഞാൻ എപ്പോഴും പറയുന്നത് ഐ പേഴ്സണലി പ്രിഫർ PS5. പക്ഷേ ബഡ്ജറ്റാണ് ഇഷ്യൂ എങ്കിൽ ഗോ ഫോർ എക്സ്ബോക്സ്. കുറച്ച് പെർഫോമൻസ് കുറയുമെന്നേ ഉള്ളൂ, പക്ഷേ ലൈക്ക് കുഴപ്പമില്ല, ഗെയിം റൺ ആവുമല്ലോ. ഇനി അതും പറയാൻ പറ്റില്ല, കാരണം 34,000 കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ എക്സ്ബോക്സ് സീരീസ് എക്സ് ഇപ്പോൾ ദേ 46,000 രൂപ ആ റേഞ്ചിലോട്ട് വരുന്നു. ആൻഡ് ഇതാണ് റിവൈസ്ഡ് പ്രൈസ്. കൺവേർട്ട് ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റേഷൻ ലോകത്ത് എവിടെയും കിട്ടാനില്ല, അതായത് സ്റ്റോക്ക് എവിടെയില്ല. ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, ബ്രോ ബിഗ് ബാസ്ക്കറ്റിൽ സ്റ്റോക്ക് ഉണ്ട്, അതിന്ന് വാങ്ങിക്കട്ടെ. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മൈജിയിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് ലുലുവിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എവിടെയും സ്റ്റോക്ക് വരുന്നില്ല. ഇനി വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആൻഡ് ഇത് രണ്ടിനും നമ്മളൊക്കെ തന്നെ പറയാനുള്ളൂ. കാരണം എല്ലാ ദിവസവും ChatGPTയുടെ അടുത്ത് പോയിട്ട് ചായ കുടിച്ചോ, ഈ ഫോട്ടോയിൽ ഏതാണ് നല്ലത്, ഈ ഫോട്ടോക്ക് ക്യാപ്ഷൻ എന്താ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു ഈ AI അടിച്ച് കയറും, റാമിൻ്റെ വില കുത്തനെ കയറും, നമുക്കിട്ട് തന്നെ മുഖത്തിട്ട് അടിയാവുന്നു. കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ഐ മീൻ ഇന്നത്തെ AI ലോകത്ത് നമുക്ക് ഇത്ര ലൈക്ക് നമ്മളാണ് കുറ്റം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെയാണ്. പിന്നെ റോക്ക് സ്റ്റാറിൻ്റെ കാര്യം, ഈ GTA 6 ബേസ് ഗെയിം 6,000 രൂപ, അൾട്ടിമേറ്റ് എഡീഷൻ 7,500 രൂപ. ഐ നോട്ടീസ് ദസ്, ലോകത്തുള്ള എല്ലാവരും അൾട്ടിമേറ്റ് എഡീഷൻ വാങ്ങിച്ചോണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ 10,000 12,000 പ്രതീക്ഷിച്ചിരുന്നു വെച്ച്, അപ്പോൾ അവർ 7,500 വന്നപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി അയ്യോ ഇത് കുറവാണല്ലോ. അത് കുറവല്ല എടോ, ബേസ് ഗെയിം $80. അതായത് ഇനി വരാൻ പോകുന്ന ലോകത്തുള്ള സകല AAA ഗെയിംസും $80 ഒരു ബെഞ്ച് മാർക്കായിട്ട് വെക്കും. റോക്ക് സ്റ്റാറിന് വിൽക്കാമെങ്കിൽ നമുക്കും വിൽക്കാമല്ലോ എന്ന്. ഇത് ഞാൻ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്രോളിന് 200 രൂപ ലിറ്റർ ആയാലും കുഴപ്പമില്ല, ഞാൻ 100 രൂപക്കല്ലേ അടിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അവർക്കാണ് ഇത്. കുറേ സാധനങ്ങൾ ഇനിയും പയ്യെ മാറാൻ തുടങ്ങും ഗെയിമിങ്ങിൽ. ഗെയിമിങ് എക്സ്പെൻസീവ് ആയെന്ന് നമ്മൾ പറയുമ്പോണ്ടല്ലോ, ഇനിയും എക്സ്പെൻസീവ് ആവും. അപ്പോൾ റോക്ക് സ്റ്റാർ ദൈവമാണെന്നൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾക്കൊരു ഗെയിം തന്നു, അവർ 7,500 ഇന്ത്യയിൽ തന്നു, അത്രേ ഉള്ളൂ. അവരൊരു കോർപ്പറേഷനാണ്. അവർ 2 ബില്യൺ ഉണ്ടാക്കിയ ഗെയിം അവർക്ക് 4 ബില്യൺ ലാഭം ഉണ്ടാക്കാൻ അറിയാം. അത്രയും വിചാരിച്ച് മാത്രം നിൽക്കുക. ഓക്കെ, ഇനി ഈ സീരീസ് എക്സ് കിട്ടാനില്ല, PS5 കിട്ടാനില്ല. ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, OLX അരിച്ച് പിറക്കുക. ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പോയി എക്സ്ബോക്സ് യൂസ്ഡ് വല്ലതും കിട്ടുമെങ്കിൽ വാങ്ങിക്കുക, വേറെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും UK എന്നോ കാനഡയിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ റീസെല്ലേഴ്സ് സെല് ചെയ്യുന്ന പ്രൈസ് ഇവിടത്തെക്കാളും കുറവായിരിക്കും ചിലപ്പോൾ. തപ്പിയെടുക്കുക, കിട്ടുക. സാധനം പുതിയത് കിട്ടൂല, നല്ല പാടായിരിക്കും.